ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരനുഭവം. ഒരു യാത്രക്കിടയിൽ അദ്ദേഹം ഒരു കൂട്ടം ആളുകളെ കണ്ടു. രാത്രിയായിരുന്നതിനാൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലായിട്ടില്ല. ഈ സംഘത്തിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം ഒരാൾ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നും വരുന്നു? മിൻ ഫജ്ജിൻ അമീഖ്, അഗാധ താഴ്വരയിൽ നിന്നും എന്നാണ് മറുപടി ലഭിച്ചത്. എവിടെ പോകുന്നു എന്നുള്ള അടുത്ത ചോദ്യത്തിന് മറുപടി ഇലൽ ബൈത്തിൽ അതീഖ്, പ്രാചീന ദേവാലയത്തിൽ എന്നാണ്. ഇത് രണ്ടും സൂറത്തുൽ ഹജ്ജിന്റെ ആയത്തിന്റെ ശകലങ്ങളാണ്. അത് കേട്ടതോടെ ആ സംഘത്തിൽ ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയും തുടർന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ കൂടെയുള്ള ആളിനോട് പറയുകയും ചെയ്തു. ഖുർആനിലെ അതിമഹത്തായ വചനം ഏതാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയത്തുൽ കുർസി ഓതി കേൾപ്പിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അടുത്ത ചോദ്യം ആജ്ഞാപ്രധാനമായ ഖുർആൻ വാക്യം ഏത് എന്നുള്ളതായിരുന്നു. അതിന് മറുപടിയായി സൂറത്തുൻ നഹ്ലിന്റെ 90-ാമത്തെ ആയത്ത്, നീതിയും പരോപകാരവും കുടുംബക്കാർക്ക് ധർമ്മവും ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. തുടർന്ന് സമഗ്ര സിദ്ധാന്തം അടങ്ങിയ ഖുർആൻ വാക്യമേത് എന്നുള്ളതിന് ഉത്തരമായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്ത് സൽസലയുടെ 7-8 ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. അണു അളവ് ഒരാൾ നന്മ ചെയ്താൽ അവൻ അത് കാണും, അണു അളവ് ഒരാൾ തിന്മ ചെയ്താൽ അതും അവൻ കാണും. അടുത്ത ചോദ്യം ഏറ്റവും ഭീതി ജനിപ്പിക്കുന്ന ഖുർആൻ വാക്യമേത് എന്നുള്ളതായിരുന്നു. ഇതിന് മറുപടിയായി സൂറത്ത് നിസാഇന്റെ 123-ാമത്തെ ആയത്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിച്ചത്. നിങ്ങളുടെ അഭീഷ്ടങ്ങളും വേദക്കാരുടെ അഭീഷ്ടങ്ങളുമല്ല ശരി, തിന്മ പ്രവർത്തിച്ചവന് അതിന് പ്രതിഫലം കിട്ടും. അല്ലാഹു അല്ലാത്ത ഒരു രക്ഷാധികാരിയെയോ സഹായിയെയോ അവൻ കണ്ടെത്തുകയില്ല. അടുത്ത ചോദ്യം ഏറ്റവും ആശാവഹമായ ഖുർആൻ വാക്യം ഏതാണ് എന്നുള്ളതായിരുന്നു. ഇതിന് മറുപടിയായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്ത് സുമറിന്റെ 53-ാമത്തെ ആയത്ത് ഓതി കേൾപ്പിച്ചു. സ്വന്തം ആത്മാക്കളോട് അന്യായം ചെയ്ത എന്റെ അടിമകളെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. അള്ളാഹു പാപങ്ങൾ ഒന്നടങ്കം പൊറുക്കും, അവൻ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. ഈ സമയം നിങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. ഉണ്ടെന്നായിരുന്നു അവരുടെ മറുപടി.